ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നിഷാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ 6:30 എണീച്ചിട്ട് അത്ര വെളിച്ചൊന്നും വന്നിട്ടില്ല. ഒരു മൂടാറപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മഴയുടെ ഒരു മൂടാറപ്പ് പോലെ ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ എണീച്ച് പല്ലൊക്കെ മാന്തി തേച്ച് കഴുകി അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ തൊട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മോൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പൊ ചോറ് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പൊ അത് ചൂടായിട്ട് നമുക്ക് അരി കഴുകിയിടാം കേട്ടോ. അപ്പൊ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. രാവിലെ എണീച്ചതും ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ഒന്നും കുടിച്ചിട്ടില്ല. തണുപ്പായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വെള്ളം കുടിക്കാം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇന്ന് രാവിലെ മോൾക്ക് ചോറിന് വന്നിട്ട് സോയാബീൻ കറി വെക്കാൻ വിചാരിച്ചു. സോയാബീൻ വറുത്തിട്ട് കൊടുത്തുവിടാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ചോറും വെച്ചു. പിന്നെ ഇനിയിപ്പോ സോയാബീൻ വറുക്കണം മോൾക്ക് കൊടുത്തയക്കാൻ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് മാവുണ്ട് കേട്ടോ. ദോശമാവ് കുറച്ചുണ്ട്. പിന്നെ കണം ചേച്ചിയുടെ മാവ് കണം ചേച്ചിക്ക് അതുണ്ട്. പിന്നെ ദോശയ്ക്ക് പിന്നെന്താ ചട്നി എന്തെങ്കിലും അരയ്ക്കണം. അപ്പൊ രാവിലത്തെ പണികൾ അതൊക്കെയാണ് കേട്ടോ അന്ന്. അപ്പൊ ദോശമാവില്ല കേട്ടോ. ഞാൻ ദോശമാവ് ഉണ്ടെന്നാ വിചാരിച്ചത്. ദോശമാവ് കഴിഞ്ഞിരിക്കണം. അപ്പൊ രാവിലേക്ക് എന്താ വെക്കുക? പിന്നെ വേറെ എന്താ ഉള്ളത്? ഇതുണ്ട് കേട്ടോ, ഇടിയപ്പം. പത്തിരിപ്പൊടിയുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ. അതേ വഴിയുള്ളൂ. ദോശമാവ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതിന് ഓർമ്മയില്ല കേട്ടോ, മറന്നുപോയി. ഉണ്ടെന്നാ വിചാരിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ ഇന്ന് രാവിലെ. അപ്പൊ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. 3/4 അരി ഇട്ടുള്ളൂ. വൈകുന്നേരം അവൾക്ക് ബിരിയാണി വെക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരം ബിരിയാണി വെക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് ഇട്ടുള്ളൂ. ബാക്കി വന്നാൽ പിന്നെ രാത്രി ആരും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് 3/4 അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മോൾക്ക് കുറച്ചെടുത്ത് വറുക്കാൻ വേണം. പിന്നെ നമുക്ക് ഇടിയപ്പത്തിന് ഇത് തന്നെ കറിയാക്കാം കേട്ടോ. ഇതൊരു മസാലക്കറി പോലെ വെക്കാം കേട്ടോ. നമുക്ക് ഇടിയപ്പത്തിന് ചിക്കൻ കറി പോലെ വെക്കാം കേട്ടോ. അപ്പൊ ഇടിയപ്പത്തിനുള്ള മാവ് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇടിയപ്പം ഒന്ന് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ. ഇതെന്തായാലും കുഴച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറെ നേരം ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ചൂട് ആറുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് ഇടിയപ്പം ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചില് മാവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം അങ്ങനെ പീച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു തോക്ക് പോലെയാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വന്നോളും. അപ്പൊ നല്ല തിളച്ച വെള്ളത്തിൽ വേണം കേട്ടോ മാവ് കുഴക്കാനായിട്ട്. അപ്പോഴിത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. ഒരു പ്ലേറ്റിൽ എണ്ണ തേച്ചിട്ടാണ് കേട്ടോ ഞാനിത് പീച്ചി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതാ രാവിലെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിന് കറി വെക്കണം. നമുക്ക് സോയാബീൻ കറി വെക്കാനുണ്ട് കേട്ടോ. പിന്നെ വറുക്കാനുണ്ട്. അപ്പൊ ഞാൻ ആ പണീൻ്റെ ആയിട്ട് കിടക്കാം അല്ലേ. അപ്പൊ ഇതാ നമ്മുടെ സോയാബീൻ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉപ്പും മുളകും കുറച്ച് ചിക്കൻ മസാലയൊക്കെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇതാ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് നന്നായി വറുത്തെടുക്കാം. ഇനി നമുക്ക് സോയാബീൻ കറി വെക്കാൻ പോവാം കേട്ടോ. അപ്പൊ അതിനായി ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ സോയാബീൻ കറിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞു ഇതാ വഴറ്റാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. അപ്പൊ ആദ്യം സവാള ഒന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അപ്പൊ സവാളയൊക്കെ നന്നായി വഴറ്റി വന്നപ്പോ ഞാൻ അതിലേക്ക് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി എല്ലാം കുറച്ച് കേട്ടോ. അളവൊക്കെ നമ്മുടെ ഒരു ഇതിന് എടുക്കാം കേട്ടോ. നമ്മൾ എത്രയാണോ കറി വെക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു തക്കാളി അരിഞ്ഞിട്ട്, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതൊന്ന് കുറച്ച് ഇനി ഇതൊന്ന് കുറച്ച് നന്നായിട്ടൊന്ന്
വെന്ത ശേഷം നമുക്ക് സോയാബീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനൊന്ന് ഇട്ട് കൊടുക്കാം. സോയാബീൻ ഞാൻ മുളക് പുരട്ടി വെച്ചിരിക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ പുരട്ടി വെച്ചിരിക്കാണ്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സോയാബീൻ ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓഫ് ആക്കി വെക്കാം. ഇനി മോൾക്ക് ടിഫിൻ ബോക്സിൽ ചോറൊക്കെ ആക്കി വെക്കട്ടെ കേട്ടോ. അതെല്ലാം വഴറ്റി വന്നപ്പോ ഞാൻ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഇതിന് ഒഴിക്കാൻ ഞാൻ എന്താ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കണ്ട, ചൂടുവെള്ളം ഒഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് എത്ര ഗ്രേവി ആയിട്ട് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ നമ്മളുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിനുള്ള സോയാബീൻ കറിയാണ് കേട്ടോ. അപ്പൊ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നേരത്തെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞില്ല. പിന്നെ മോൾക്ക് എടുത്തു കൊടുത്തു കേട്ടോ. അപ്പൊ മോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇനി പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാനുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് അപ്പൊ അടുക്കളപ്പണിയൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ കഴുകി വെക്കട്ടെ കേട്ടോ. നമ്മൾ രാവിലത്തെ അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ പാത്രങ്ങൾ നമുക്ക് കഴുകാൻ വരും. അപ്പം എന്തായാലും ഇത് കുറച്ച് നേരത്തെയാണ്. അപ്പൊ മോളിവിടെ കഴിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതപ്പോഴേക്കും കഴുകി വെക്കാം. പിന്നെ അവളുടെ യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. പിന്നെ പോയിട്ട് കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു. അതൊന്ന് വേഗം ഞാൻ കഴുകി വെക്കട്ടെ കേട്ടോ. ഞാൻ കഴുകിട്ട് വരാം. കുറച്ച് നേരം പിന്നെ മോള് സ്കൂളിലേക്കൊക്കെ പോയി. ഇപ്പൊ സമയം 10 മണിയായിട്ട്. അവളുടെ ബസ് 9:30 വന്നു. പിന്നെ മോള് സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്താ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ വിചാരിച്ചിട്ടോ. 2 ദിവസമായി നനച്ചിട്ട്. പിന്നെ ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല തണുപ്പാട്ടോ. അതുകൊണ്ട് തന്നെ കുളിക്കാൻ ഭയങ്കര മടിയായിട്ട് അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് പോയി കുളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചെടികളൊക്കെ ഒന്ന് നനച്ചു വിടട്ടെ. അതിനുശേഷം പോയി കുളിക്കാം. ഷോപ്പൊക്കെ പിന്നെ നേരത്തെ തുറന്നു വെച്ചു കേട്ടോ. ആ പണി നേരത്തെ കഴിഞ്ഞു. അപ്പൊ അടുക്കളയിൽ ഉച്ചക്കുള്ളത് എന്തെങ്കിലുമൊക്കെ വെക്കണം കേട്ടോ. സോയാബീൻ കറി ഉണ്ടാവും, ഉണ്ടോ നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ഉപ്പേരി വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഒഴിച്ചു കറി എന്തെങ്കിലും വെക്കേണ്ടി വരും. അത് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം.
അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഷോപ്പില് സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. മറ്റേ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇത് ഇന്നലെ അലക്കിയിട്ട തുണികളാണ്. അപ്പൊ അതൊന്ന് മടക്കി വെക്കണം കേട്ടോ. അപ്പൊ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. അപ്പൊ ഇന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടോ കുളിക്കാനൊക്കെ. അപ്പൊ കട എന്തായാലും ഒതുക്കണം എന്ന് ഞാൻ 2 ദിവസമായി വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും അതൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലേറ്റ് ആയി. സമയം 12 മണിയായിട്ടോ. അപ്പൊ ഇതൊന്നും മടക്കി വെക്കട്ടെ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടോ. കുളിച്ചപ്പോ തന്നെ ഭയങ്കര ആശ്വാസം. രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പൊ ഭയങ്കര മടി പിടിച്ചിരുന്നു. പിന്നെ കടയിൽ പോയി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്കും ആകെ വയർത്തു. ഇപ്പൊ കുളിച്ചപ്പോഴാണ് ഒരു ആശ്വാസമായത് കേട്ടോ. പിന്നെ മോളിന്ന് വരാൻ വൈകുന്നേരം ആവും. 2 എക്സാം ഉണ്ട്. അപ്പൊ ഇന്നത്തോടെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നാളെ മുതല് വീട്ടിലുണ്ടാവും. അപ്പൊ ഇനി 10 ദിവസത്തേക്ക് ലീവായില്ലേ. ഇനി ഉച്ചത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ഇനി ഉച്ചത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ പണിയും കൂടി ഉണ്ട്. സോയാബീൻ കറി കുറച്ചുണ്ട്. തികയോ നോക്കിയിട്ട് വേണം എന്തെങ്കിലും വെക്കാന്. പിന്നെന്താ പിന്നെ എന്തായാലും ഇന്ന് വൈകുന്നേരം ബിരിയാണി വെക്കണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോള്. അവള് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ബിരിയാണി വെച്ച് തരുന്നത്. ഇന്നലെ പറഞ്ഞതാട്ടോ. അപ്പൊ ഇന്നലെ രാത്രി എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇന്ന് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രിക്ക് എന്തായാലും ബിരിയാണി വെക്കുന്നത് കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാക്കി പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ളൊരു ബിരിയാണി. ഞാൻ ഇവിടെ വീട്ടിൽ നമ്മൾ തക്കാളി ചോറ് പറയില്ലേ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ബിരിയാണിന്ന് വിളിക്കുന്നത് മാത്രം. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കണം വൈകുന്നേരം. അപ്പൊ ഞങ്ങൾ രണ്ടുപേർക്കും അതാണ്. പിന്നെ കടംചേച്ചിക്ക് ദോശയാണല്ലോ. അപ്പൊ വൈകുന്നേരത്തേക്ക് അതാണ്. അപ്പൊ ഉച്ചത്തേക്ക് കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല. സോയാബീൻ കറി ഉണ്ട്. ആണെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോയി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ തുണികളൊക്കെ മടക്കിയ ശേഷം പിന്നെ ഞാൻ കടയ്ക്ക് പോയിട്ടോ. കടയ്ക്ക് പോയി ഗോതമ്പ് പൊടി വാങ്ങിച്ചു, ഉരുളക്കിഴങ്ങും പച്ചമുളകും പിന്നെ ഒരു അച്ചാറും വാങ്ങിച്ചു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ മാവ് കഴിഞ്ഞു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ദോശയല്ലേ. അപ്പൊ ആ മാവ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം അരക്കുള്ളൂ, വെള്ളത്തിലിട്ടുണ്ട്. അപ്പൊ ദോശ മതി, ഗോതമ്പ് ദോശ മതി പറഞ്ഞു. അപ്പൊ ഞാൻ അതാണ് ഗോതമ്പൊടി വാങ്ങിട്ട് വന്നു. പിന്നെ എന്തെങ്കിലും കറി വെക്കണം കേട്ടോ. കറി മസാലക്കറി വെക്കാൻ വിചാരിച്ചിട്ടാണ്. ഉരുളക്കിഴങ്ങും മസാല വെക്കാൻ വിചാരിച്ചു ദോശയ്ക്ക്. അപ്പൊ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും ആയല്ലോ. അപ്പൊ എനിക്കും അതന്നെ കഴിക്കാം ചോറിനെന്ന് വിചാരിച്ചു. രണ്ടുപേർക്കും 2 തരം ഒന്നും വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മതി വിചാരിച്ചു. പിന്നെ സോയാബീനും ഉണ്ടല്ലോ. സോയാബീൻ അങ്ങനെയുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് എന്തായാലും ഇത് മതി. കുറച്ച് വേണമെങ്കിൽ നമുക്ക് മസാലക്കറി വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ മസാലക്കറിക്കുള്ള ഉരുളക്കിഴങ്ങും സവാളയൊക്കെ അരിയാണ്. അപ്പൊ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും കൂടി 2 നേരത്തേക്കും ചേർത്തിട്ടാണ് കേട്ടോ ദോശയ്ക്ക്. കാരണം ചേച്ചിക്ക് വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ സോയാബീൻ കറി ഉണ്ട്. അതിൽ ചാറ് കുറച്ചേ ഉള്ളൂ. അപ്പൊ കാരണം ചേച്ചിക്ക് ദോശയ്ക്കാണെങ്കിൽ നല്ല ചാറൊക്കെ വേണം കേട്ടോ. ഇവിടെ ഞാൻ മാത്രം ചാറ് അധികം ഒഴിച്ച് കഴിക്കാത്തതുള്ളൂ. ഏട്ടനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ചാറ് നിറയെ ഒഴിച്ച് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചാറൊന്നും ഇല്ല സോയാബീനിൽ. അപ്പൊ ഞാൻ മസാല കുറച്ച് ചാറായിട്ട് വെച്ച് 2 നേരത്തേക്ക് ആയല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതാ ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ കടുക് താളിച്ച് കറിയാക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പച്ചമുളകൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 10 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് ഡെപ്പിയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഡെപ്പിയില് ഇതിലിട്ട് വെക്കാം. അപ്പൊ നമുക്ക് എടുക്കാനൊക്കെ സൗകര്യമല്ലേ. ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ അധികം ഇങ്ങനെ ഡെപ്പിയിലൊന്നും ഇട്ട് വെക്കാറ് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഡെപ്പിയിലിട്ട് വെക്കും. അപ്പൊ അതാ നമുക്ക് ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ഇന്നലെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി വെച്ചോണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല അടുക്കും ചിട്ടയോടുകൂടി ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നെയും കുറെ ദിവസം കഴിയുമ്പോൾ പഴയ പോലെ ആവും. എന്നാലും കുറച്ച് ദിവസത്തേക്ക് നമ്മളങ്ങനെ ക്ലീൻ ആക്കി വെക്കാം. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ചപ്പോ കടുക് വറുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 തിള വരട്ടെ കേട്ടോ. കുറച്ചൊന്ന് കുറുകി എടുക്കാം കേട്ടോ. പക്ഷെ ഇത്തിരി ചാറുള്ളതാണ് കാണാൻ ചേച്ചിക്ക് ഇഷ്ടം. അവർക്ക് ദോശയ്ക്ക് ഒഴിച്ച് കഴിക്കാൻ അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയായി വെക്കുന്നില്ല കേട്ടോ.
അപ്പൊ എങ്ങനെയാണ് വെച്ചത്. അപ്പൊ ഇതൊന്ന് തിളച്ച് 2 തിള വന്ന ശേഷം നമുക്ക് ഇതൊന്ന് ഓഫാക്കി വെക്കാം. അപ്പൊ ചാറ് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ചോറിനില്ല ഒരുപാട് കറികൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ ചോറിന് കറികളില്ലേ, സാമ്പാർ, ഉപ്പേരി, പപ്പടം, അച്ചാറ് അങ്ങനെ എല്ലാം ഒന്നും വേണമെന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കാൻ അത് ധാരാളമാണ്. പിന്നെ ഏട്ടനുണ്ടെങ്കിൽ പിന്നെ ഉപ്പേരി വേണം, പിന്നെ എന്തെങ്കിലും കറി, പിന്നെ വേറെ എന്തെങ്കിലും വറക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ കണ്ണം ചേച്ചിക്ക് ഇപ്പൊ ദോശ ആയതുകൊണ്ട് തന്നെ ചാറ് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. ചില ദിവസം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കറി വെക്കാനൊക്കെ. എന്തെങ്കിലും ചാറുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉപ്പേരി ഒന്നും വെക്കാൻ മെനക്കെടില്ല കേട്ടോ. അപ്പൊ അന്ന് അങ്ങനെ ഒരു മടിയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ എന്താ വെക്കണ്ടെന്ന് ഒരു ഇതില്ലാതെ പിന്നെ കണ്ണം ചേച്ചി ചോദിച്ചപ്പോ ഉരുളക്കിഴങ്ങ് മസാല മതി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് മാത്രം വെച്ചു. പിന്നെ രാവിലത്തെ സോയാബീൻ കറി അങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് അത് മതി. പിന്നെ ഉച്ചക്കിന് അല്ല, ഇനിയിപ്പോ രാത്രിക്ക് മോൾക്ക് പിന്നെ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബിരിയാണി വെക്കണമെന്ന്. അപ്പൊ അത് വെച്ചു കൊടുക്കണം. മടി പറഞ്ഞിട്ട് ഇന്ന് ഇഷ്ടം പോലെ വെക്കാനുള്ളതായിട്ടോ. എന്താന്ന് വെച്ചാല് ഇതിപ്പോ സോയാബീൻ കറി വെച്ചില്ലേ, പിന്നെ രാവിലെ അവൾക്ക് വറുത്ത് കൊടുത്തു. പിന്നെ ഇതാപ്പൊ മസാലക്കറി വെച്ചു. ഇനി വൈകുന്നേരം ചെറിയൊരു ബിരിയാണിയും വെക്കണം. അപ്പൊ പണികളൊക്കെ ഉണ്ട് അടുക്കളയിൽ. നമുക്കൊന്നും ചെയ്യാനില്ല വെച്ചാലും കൂടി എന്തെങ്കിലും ചെയ്തു വരുമ്പോ തന്നെ നമുക്ക് അടുക്കള പണി വരും. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച ശേഷം അതാ കണ്ണം ചേച്ചിക്ക് ദോശ ഉണ്ടാക്കണം കേട്ടോ. ആ മാവ് മറ്റേ മാവില്ലേ, റാഗിയും അതൊക്കെ കൂടി അരച്ചത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗോതമ്പ് ദോശ മതി പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കണേ. അപ്പൊ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടുണ്ട്. അരിയല്ല, മറ്റേ റാഗിയും കമ്പും അതൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പോയി നന്നായി വെന്തിട്ടില്ല കേട്ടോ, അതാണ്. അപ്പൊ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം അത് അരയ്ക്കണം. അപ്പൊ ഈ ദോശയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കടയിലേക്ക് പോവാം. നമുക്ക് ഷോപ്പിലേക്ക് പോവാട്ടോ. പിന്നെ ഒരു 4 മണി വരെ ഞാൻ ഷോപ്പിലിരിക്കും. ഇപ്പൊ കണ്ണം ചേച്ചി കഴിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ, കണ്ടില്ലേ. പക്ഷെ തണുപ്പുണ്ട്, വെയിലാണെങ്കിലും ക്ലൈമറ്റ് അങ്ങനെ നല്ല ചൂടല്ല കേട്ടോ. ഒരു തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വെയിൽ കാലത്തൊക്കെ ഇല്ലേ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. പിന്നെ ഇവിടെ ഷീറ്റ് ഇട്ടത് കൊണ്ട് തന്നെ ചൂട് കുറച്ചും കൂടി കൂടും കേട്ടോ. ഇപ്പൊ അത്ര ചൂടില്ല, വെയിലടിക്കുന്നുണ്ട് പക്ഷെ ചൂട് നമുക്ക് അറിയില്ല തണുപ്പായതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ മോള് സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടോ. പിന്നെ അത് അവള് കഴിച്ചോണ്ടിരിക്കാണ്. ഇന്നത്തോടെ സ്കൂളൊക്കെ പൂട്ടി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നാ? ഓക്കെ, മലയാളമൊക്കെ അപ്പൊ അവൾക്ക് ഭയങ്കര ഈസിയാണ്. സംസ്കൃതം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തോടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അല്ല, ഇന്നത്തോടെ സ്കൂള് കഴിഞ്ഞു. ഇനി 10 ദിവസം വെക്കേഷൻ അല്ലേ? നാളെ മുതല് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി വീട്ടുപണികളൊക്കെ അനു ചെയ്യുന്നതാണ്. അങ്ങനെയല്ലേ, ചെറിയ ചെറിയ പണികളൊക്കെ അവൾ ചെയ്യൂട്ടോ സ്കൂളില്ലാത്ത ദിവസം. അങ്ങനെയൊക്കെ അടുക്കി പെറുക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ പിന്നെ മാവൊക്കെ അരച്ചു വെച്ചു. പിന്നെ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇതാ കണ്ണം ഞാൻ മാവ് അരി മറ്റേ സംഭവം റാഗിയും അതും വെള്ളത്തിലിട്ട് പറഞ്ഞില്ലേ, അത് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി പാല് വരാൻ സമയമായിട്ടോ. അപ്പൊ നമുക്ക് പാല് വാങ്ങിട്ട് വരാം. പാല് വാങ്ങിട്ട് വരാം. അപ്പൊ അതാ പാല് വാങ്ങിട്ടോ. 5:15 ഇന്ന് 5:15 പാല് വരാൻ. അപ്പൊ ഞാന് ചായ വെച്ച് തരാം. അപ്പൊ ഇതാ പാല് വാങ്ങിച്ചു കേട്ടോ. പാല് വാങ്ങിച്ചു. ഇന്ന് 5:15 എപ്പോഴും 5:10 വരും. 5:10 അപ്പൊ ഇന്ന് 5:15 അപ്പൊ നമുക്കൊന്ന് ചായ വെക്കാം കേട്ടോ. അപ്പൊ ചായ വെക്കാനായിട്ട് അടുപ്പത്ത് പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചായ തിളയ്ക്കുന്നുണ്ട്. അപ്പൊ പാലിതാ ഞാന് ചെറിയ മൊന്തയിലാണ് വാങ്ങിച്ചത്. അപ്പൊ നമുക്കിത് തൂക്കുപാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാൻ കാച്ചാറില്ല പാല് ഫ്രിഡ്ജിൽ. ഞാൻ കാച്ചാറില്ല കേട്ടോ പാല്. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറാണ് ചെയ്യുക.
അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അതിന്റെ ഓർമ്മയില്ലേട്ടോ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാന്നുള്ളത് ഞാൻ പെട്ടെന്ന് മറന്നു. അപ്പൊ ഞാൻ അടിച്ചു വാരി തുടക്കൊക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ വൈകുന്നേരമാണ് ചെയ്തത്, 4 മണിക്കാണ് ചെയ്തത് കേട്ടോ. മോൾക്ക് ചായ വേണ്ട പറഞ്ഞു കേട്ടോ. അവള് ചായ ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴെങ്കിലും തന്നെ കുടിക്കുള്ളൂ. അപ്പൊ ഇന്നൊന്നും അവൾക്ക് ചായ വേണം ചോദിച്ചപ്പോ വേണ്ട പറഞ്ഞു കേട്ടോ. എപ്പോഴെങ്കിലും തോന്നിയ മാത്രമേ ചായ കുടിക്കുള്ളൂ. അപ്പൊ അവൾക്ക് പഴം വേവിച്ചു കൊടുത്തു. അപ്പൊ അവൾ അത് കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചിട്ട് വരാം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഇപ്പൊ അത് ചായ വെച്ചു കേട്ടോ. ഞാൻ ചായ കുടിച്ചിട്ട് കടയിലേക്ക് പോണം. കടയിൽ ഇനി വൈകുന്നേരം കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ട് കേട്ടോ. മൺപാത്രങ്ങളൊക്കെ അവിടെ വലിച്ചിട്ടിട്ടുണ്ട്. 2-3 താഴെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. 2-3 ദിവസമായിട്ട് ഒതുക്കി വെച്ചിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് വരാം. പിന്നെ ഇതാ കാണാൻ ചേച്ചി ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. മോളിപ്പോ ഷോപ്പിൽ ഇരുന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് കുറച്ചു നേരം ഷോപ്പിൽ ഇരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ വരുമ്പോഴേക്കും. അപ്പൊ നമുക്ക് ചട്ടികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടോ. എല്ലാം പരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോഴേ ഞാൻ ഒതുക്കാൻ വിട്ടുപോയി. കസ്റ്റമറൊക്കെ വന്നിട്ട് എല്ലാവരും ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കിയിട്ട് എല്ലാവരും പരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കട അടയ്ക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഇതാ ചട്ടികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാട്ടോ. എല്ലാം വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കട അടയ്ക്കാൻ പോവാണ് കേട്ടോ. സമയമായി. ഇപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാം. അപ്പൊ ഷോപ്പൊക്കെ അടച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഷോപ്പ് അടച്ചു. ഇനിയിപ്പോ ബിരിയാണി ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ ബിരിയാണി ഉണ്ടാക്കുന്നു. പക്ഷെ ബിരിയാണി ഉണ്ടാക്കുന്നില്ല കേട്ടോ. മോൾക്ക് ഹോട്ടലിലത്തെ ബിരിയാണി വേണം പറഞ്ഞു. പിന്നെ അവൾക്ക് മാത്രം ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടാ. മലബാർ ബിരിയാണി നമ്മുടെ ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ നിന്നാട്ടോ. അപ്പൊ ഈ ബിരിയാണി വേണം പറഞ്ഞു. പിന്നെ അവൾക്ക് അത് വാങ്ങിച്ചു. പിന്നെ എനിക്ക് പിന്നെ എന്തെങ്കിലും ദോശ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ പോയിട്ട് മേല് കഴുകിയിട്ട് വരാം. അപ്പൊ ഞാൻ മേലൊക്കെ കഴുകി വന്നു കേട്ടോ. ഇതാ മോള് കഴിക്കുന്നുണ്ട്. ഇതാ കണ്ണൻ ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് ഇനി ദോശ ഉണ്ടാക്കണം. അപ്പൊ എനിക്കും കണ്ണൻ ചേച്ചിക്ക് ഇന്ന് രാത്രിക്ക് ദോശയാണ് കേട്ടോ. അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കി തരാം. അപ്പൊ മോള് ബിരിയാണി മതിയാക്കി പറഞ്ഞു കേട്ടോ. അപ്പൊ ദാ മോൾക്ക് ബിരിയാണി മതിയായിത്ര. അപ്പൊ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കഴിച്ചിട്ട് പിന്നെ 2 ദോശ ഉണ്ടാക്കാട്ടോ. അവളെപ്പോഴും ഇങ്ങനെ തന്നെ കഴിക്കണം പറഞ്ഞ് വാങ്ങിക്കും. പിന്നെ കഴിക്കില്ല കേട്ടോ. കുറച്ച് കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ ആ ബാലൻസ് ഉള്ളത് കഴിക്കട്ടെ. പിന്നെ ഞാൻ മോള് കുറച്ച് ബാക്കി വെച്ച് ബിരിയാണി ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദോശ ഉണ്ടാക്കിട്ടോ. ഒരു ഉള്ളി ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ രാവിലത്തെ സോയാബീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. പിന്നെ ഇത് വന്നിട്ട് രാവിലെ കടയിൽ വിൽക്കാൻ വന്നതായിരുന്നു കേട്ടോ. ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ട്. ഒരു 50 രൂപയാണ് കേട്ടോ. അപ്പൊ അത് തന്നെ വാങ്ങിച്ചു. അപ്പൊ നാളെ എന്തെങ്കിലും മസാലക്കറി എന്തെങ്കിലും വെക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നു കേട്ടോ. മോള് സോഫയിൽ തന്നെ കിടന്നുറങ്ങി. പിന്നെ കണ്ണൻ ചേച്ചി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണേ.
കാണാൻ ചേച്ചി എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.